നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല കമന്റ്, അധ്യാപകന് സസ്പെൻഷൻ. മന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല കമന്റിട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് കാവുന്തറ AUP സ്കൂളിലെ അധ്യാപകൻ M സജീവിനെതിരെയാണ് നടപടി. അന്വേഷണ വിധേയമായി 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തുവെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. നാലംഗ സംഘം അച്ചൻകോവിലാറ്റിൽ കുളിക്കാനിറങ്ങി. യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. അച്ചൻകോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. നരിയാപുരം സ്വദേശി വിഷ്ണുവാണ് ഒഴുക്കിൽപ്പെട്ടത്. വൈകിട്ട് 6:30 ആറാട്ടുകടവിലാണ് സംഭവം. 4 സുഹൃത്തുക്കൾക്കൊപ്പമാണ് വിഷ്ണു കുളിക്കാനിറങ്ങിയത്. 5:30 ഇവർ സ്ഥലത്ത് വന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് സ്കൂബ ടീം സ്ഥലത്ത് വന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി വൈകിയതും പ്രതികൂല കാലാവസ്ഥയും കാരണം തെരച്ചിൽ നിർത്തിവെച്ചു. വിഷ്ണുവിന്റെ പിതാവ് രാജേന്ദ്രൻ കോഴഞ്ചേരിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. വിഷ്ണുവിന് പാലക്കാട് പന്തൽ പണിയായിരുന്നു ജോലി. തെരച്ചിൽ ബുധനാഴ്ച രാവിലെ തുടരും. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ, ആൺസുഹൃത്തിനെതിരെ പോക്സോ ചുമത്തി. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുൻ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നെടുമങ്ങാട് സ്വദേശി ബിനോയിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ല എന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. യഥാർത്ഥ കാരണം പുറത്തുവരണം. അമ്മ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. മുൻ ആൺസുഹൃത്താണ് ഉത്തരവാദിയെന്നും സംശയിക്കുന്നു. 2 മാസമായി ഈ സുഹൃത്ത് വീട്ടിൽ വരുന്നില്ല. മുമ്പ് സ്ഥിരമായി വരുമായിരുന്നുവെന്നും പിതാവ് പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ ചപ്പാത്തി യൂണിറ്റ് അടപ്പിച്ചു. മാലിന്യങ്ങളിൽ നിറഞ്ഞ് അടുക്കളയും പരിസരവും. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു സ്ഥാപനം അടപ്പിച്ചു. ചാത്തനാട് വാർഡിൽ മാത്യു ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ബെർഷേബ ചപ്പാത്തി മേക്കിംഗ് സ്ഥാപനത്തിനെതിരെയാണ് നടപടി. അടുക്കളയും പരിസരവും മാലിന്യങ്ങളും മലിനജലത്താലും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും ചപ്പാത്തി മലിനജലത്താൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിക്കുന്നതായും മലിനജല ടാങ്ക് പൊട്ടി ഒലിച്ച് പരിസരം മുഴുവൻ മലിനജലം നിറഞ്ഞ നിലയിലും തൊഴിലാളികൾ മാസ്ക്, ഏപ്രൺ എന്നിവ ഉപയോഗിക്കാതിരിക്കുകയും ബാത്റൂമിലെ മലിനജലം കെട്ടിടത്തിനു ചുറ്റും കെട്ടിക്കിടക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ CPM സംസ്ഥാന സമിതി. പിണറായിയുടെ ശൈലിക്കെതിരെയും വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് CPM സംസ്ഥാന സമിതി. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് വിമർശനമുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നു. പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. നവകേരള സദസ്സിന്റെ ഗുണം കിട്ടിയില്ല എന്നും CPM റിപ്പോർട്ട്. അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നും MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു.